മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. ഇതിനിടയിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞതും തെറ്റുതിരുത്തലും വിശാല സമ്മേളനം വേണം എന്നത് അംഗീകരിച്ചതുമെല്ലാം നമ്മൾ വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, CPM വിശാല നേതൃയോഗത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അടുത്ത സെപ്റ്റംബറിലാണ് ഒരു എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്തേക്ക് P രാജീവിന്റെ പേര് സജീവമാണ്. സംസ്ഥാന സെക്രട്ടറിയെ മാറ്റണമെന്നുള്ള ചർച്ചകൾ പോലും ഉയർന്നു വരാനുള്ള സാധ്യത നേതൃത്വം തള്ളുന്നില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ചിലരെ ഒഴിവാക്കിയേക്കുമെന്നറിയുന്നു. സെക്രട്ടേറിയറ്റിൽ പ്രാതിനിധ്യമില്ലാത്ത തിരുവനന്തപുരത്ത് നിന്നടക്കം പുതിയ അംഗങ്ങളെത്തും. പാലക്കാട് ജില്ലയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരാൾ പരിഗണനയിലുണ്ട്. സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട്ട് വെച്ചാണ് വിശാലമായ യോഗം. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ് റഹീസ്. CPM-ലെ പല നേതാക്കളും ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അടക്കം നൽകുന്ന സൂചന വലിയ അഴിച്ചുപണികൾ വരുന്നു എന്നുള്ളതാണ്. പല നിർണായകമായ മാറ്റങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി മാറുമോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എന്നാണ് സെക്രട്ടറി പറഞ്ഞതെങ്കിലും LDF കൺവീനർ സ്ഥാനത്തേക്ക് P രാജീവിന്റെ പേര്, അതേപോലെ നിർണായകമായ ചില പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ട് നിന്നുമൊക്കെ ചില ആളുകൾ പുതുതായിട്ട് സെക്രട്ടേറിയറ്റിൽ എത്താൻ പോകുന്നു എന്ന വിവരമുണ്ട്. ഒരു സമ്പൂർണമായ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണോ ഈ വിശാല സംസ്ഥാന സമിതി? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം പാർട്ടി പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് കേന്ദ്രത്തിന്റെ കൂടെ താല്പര്യമനുസരിച്ച് സെപ്റ്റംബർ 12 മുതൽ 15 വരെ കോഴിക്കോട് വെച്ച് വിശാല നേതൃയോഗം ചേരുന്നത്. ആ വിശാല നേതൃയോഗത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് അത് പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം ആ സമിതിക്കുണ്ട് എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും ഇടയ്ക്ക് അതൊരു പ്ലീനം വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾക്ക്. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രിമാരായതുകൊണ്ട് ചില ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചു എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ചില ആളുകൾ ഇപ്പോൾ മന്ത്രിമാരും MLA-മാർ പോലും അല്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ അവിടെ നിന്ന് ഒഴിവാക്കി സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കും എന്ന കാര്യം നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ചില ആളുകളെ മാറ്റും എന്ന കാര്യം പറയുന്നുണ്ട്. നമുക്ക് അതിലൊരു ഉറപ്പ് വരാതെ പേരുകൾ പറയാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് നിന്ന് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞ കമ്മിറ്റിയിൽ പുതിയൊരാളെ എടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പുതുതായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരും എന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ പാലക്കാട് നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് AK ബാലന് ശേഷം പുതിയൊരാൾ വരും. ആ തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് TP രാമകൃഷ്ണൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കൂടി താല്പര്യമനുസരിച്ചാണ് അത്തരമൊരു നീക്കങ്ങൾ. ആ സമയത്തേക്ക് അവിടെ കൊണ്ടുവരാൻ പാർട്ടി ഉദ്ദേശിക്കുന്നത് P രാജീവിനെയാണ്. P രാജീവ് ഇപ്പോൾ MLA കൂടി അല്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അങ്ങനെ ഒരു പൊസിഷൻ വേണം എന്നത് പാർട്ടിയുടെ കൂടി താല്പര്യമാണ്. അങ്ങനെയാണെങ്കിൽ P രാജീവ് LDF കൺവീനർ സ്ഥാനത്തേക്ക് വരുന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനവും അവിടെ ഉണ്ടാകും. മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതലകളിൽ മാറ്റം, ദേശാഭിമാനിയിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതലകളിൽ മാറ്റമടക്കമുള്ള മറ്റു കാര്യങ്ങൾ കൂടി ഈ വിശാല സംസ്ഥാന നേതൃയോഗത്തിലായിരിക്കും ഉണ്ടാവുക. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലയിലെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ബഹുജന സംഘടനകളുടെ ജില്ലാ ഭാരവാഹികളുമാണ് ആ 3 ദിവസം ചേരുന്ന നേതൃയോഗത്തിൽ പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ റഹീസാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അഴിച്ചുപണി എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഇനി അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവണം. നേതാക്കളുടെ പെരുമാറ്റം, ആറ്റിറ്റ്യൂഡ്, സംഘടനയുടെ പ്രവർത്തന രീതി, ബഹുജനവർഗ സംഘടനകളുടെ പ്രവർത്തന രീതി, ഇതിലൊക്കെ മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും വിശാലമായ സംസ്ഥാന സമിതി സെപ്റ്റംബറിൽ ചേരുന്നുണ്ട്, ഓണമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതോടുകൂടി ഒരു തീരുമാനമുണ്ടാവും. രക്ഷപ്പെടുമോ ഇല്ലയോ എന്നപ്പോൾ അറിയാം.